അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് റെഡിയിൽ പോലീസ് ഓഫീസേഴ്സും കയത്തിന് അപ്പൊ നമ്മൾ വീട്ടിന്റെ മുകളിലും കാര്യത്തിന് കയറാനുള്ള പ്ലാനും കയത്തിന് അപ്പൊ എന്തായാലും നമ്മൾ കയറി അപ്പൊ പറഞ്ഞ് കാഴ്ച കാണാൻ അടിപൊളി കാഴ്ചയും കയറ്റിനാണ് എയർപോർട്ടും പോലീസ് സ്റ്റേഷനൊക്കെ കാണാൻ വേണ്ടി മുകൾക്കും കയത്തിന് കയറിയതാണ്. പോലീസ് സ്റ്റേഷനിക്ക് ഒരു 2 വണ്ടി കയറ്റുന്നു പോയി എന്തായാലും വേറെയുള്ള സാധനം കയറ്റുന്ന പോലീസ് സ്റ്റേഷനും കയറ്റുന്നുണ്ടല്ലേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയേക്കണം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയേക്കാം. പക്ഷെ നേരിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിലൊന്നും കേട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഒരു പശും കയറ്റുന്നത്. അപ്പൊ നമ്മൾ എയർപോർട്ടിന്റെ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയാണ്ട് നമുക്ക് നേരെ നോക്കാം കാണാൻ പറ്റുമെന്നൊന്നും അറിയാം. ഇപ്പൊ എയർപോർട്ടിന്റെ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറ്റിന് കയറി നിൽക്കാറുമ്പോൾ ഇതിന്റെ ഒരു മോൾ ഭാഷ അവിടെ കയറി നിന്നാണ്ട് നമ്മൾ ഗണ്ണും കയറ്റുന്നുണ്ട്. അതായിട്ട് നമുക്ക് നോക്കാൻ അപ്പൊ എന്തായാലും ഇറങ്ങിക്കണേ. അപ്പൊ നമ്മൾ ഈ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറി നോക്കാം ഗണ്ണും കയറ്റിട്ട് നോക്കാം. എങ്ങനെ നോക്കിയിട്ടൊന്നും കാണില്ല. അപ്പൊ എന്തായാലും നോക്കട്ടെ. പക്ഷെ നമ്മൾ താഴത്തെ ഉള്ളിലായിട്ട് നോക്കുന്നിട്ട് നമുക്ക് മോൾക്കും കയറ്റാൻ നോക്കാം. താഴത്ത് എന്നായിട്ടില്ല തോന്നുന്നുണ്ടാലും നമുക്ക് നോക്കാം താഴത്ത് എന്തെങ്കിലും ഉണ്ടാകുന്നൊന്നും യാതൊരു അറിയില്ല. അപ്പൊ താഴത്ത് ഇവിടെ സ്റ്റെപ്പിന്റെ അവിടെ ഒന്നും ഇല്ല. പിന്നെ ചേർമില്ല അതേപോലെ സാർമാർ കുത്തിറക്കണം അവിടെ ഒന്നും കാണില്ല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ മോൾക്ക് നോക്കേണ്ടി വരും. മോളിൽ ഇനി പ്രത്യേകിച്ച് എന്താ ഉണ്ടാകുന്ന അറിയാം നോക്കട്ടെ. മോളിൽ കയറ്റനെ മോളിൽ എന്തൊരു ബോക്സും കയറ്റനെ എന്താ നമുക്ക് അറിയില്ല. ഇതിലെന്ത് ഗോൾഡും കയറ്റനെ നല്ല ഡയമണ്ട് ഇതെന്ത് സംഭവം മാലമായ സംഭവം നല്ല വേറെയുള്ള സാധനം കയറ്റിനെ തോന്നുന്നുണ്ട്. ഇതാകുമ്പോ നമ്മൾ പോയി വണ്ടിയിലും കയറ്റിനെ കൊടുക്കുന്നത് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് യാതൊരു ഇടില്ല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇവിടുന്ന് തിരിച്ച് നമുക്ക് നേരെ വീട്ടും കയറ്റിനെ പോകണമെന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും പശുവിനെ കൊണ്ടുപോയി നമുക്ക് നേരെ വീട്ടും കയറ്റിനെ വെക്കുക. അപ്പൊ നമുക്ക് അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ നോക്കിയതാണ് നല്ല വേലുള്ള സാധനം കയറ്റിനെ നമ്മൾ സാറിനോട് ചോദിച്ച കാര്യങ്ങൾക്ക് ഡൗട്ടും കയറ്റിനെ കൊടുക്കും. പിന്നെ അവിടെ നിന്ന് മാറ്റാൻ സാധ്യത ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ പണിക്കും കയറ്റിനെ പോകണം. അപ്പൊ ബൈക്കും കയറ്റാൻ സൈഡിലായിട്ടുണ്ട്. അപ്പൊ ബൈക്ക് എടുത്തിട്ട് നമുക്ക് നേരെ പണിക്കും കുറച്ച് നേരം കാര്യത്തിലും പെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ബൈക്കും കയറ്റിന് എടുത്താണ് പോകുക. ബൈക്കും സൈഡിലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ബൈക്കും കയറ്റിനെ കണ്ടുപിടിച്ചിട്ട് അപ്പൊ ഈ ബൈക്കും കയറ്റിന് നമ്മൾ പണിക്കും കയറ്റിന് പോണത്. അപ്പൊ നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ അടിച്ചു മാറ്റാൻ പറ്റുമെന്നൊന്നും അറിയാം. എന്തായാലും അടിച്ചു മാറ്റാൻ പറ്റുന്ന നമ്മൾ എന്തായാലും അടിച്ചു മാറ്റും. നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും കഴിയില്ല. എന്തെങ്കിലും സംഭവം കാര്യത്തിൽ ഉണ്ടായി മാത്രം അടിച്ചു മാറ്റും. എന്തായാലും നമുക്ക് നേരെ പണി കഴിഞ്ഞിട്ട് അത് ആലോചിച്ചാൽ അതോടെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും പണിക്ക് നമുക്ക് ഷോർട്ട് വഴി എടുത്താണ് ഇതിൽ കൂടെ നേരെ പോവാം. റോഡ് കൂടെ പോകാനായിട്ട് ഇതിൽ കൂടെ കത്തിച്ചും കാര്യത്തിന് പോകാൻ റോഡും കാര്യത്തിനും സേഫും കാര്യത്തിനും എല്ലാവരും പറയാറ്റില്ല. അപ്പൊ എന്തെങ്കിലും പറപ്പിച്ച് പോകാൻ എന്തായാലും നേരം കാര്യത്തിന് നേരെ പോകണ കേസ് പെട്ടെന്ന് എന്താ വണ്ടിക്ക് കാര്യത്തിന് കേടേ. പക്ഷെ എന്താ സംഭവം കാര്യത്തിന് വരാൻ തിരിഞ്ഞു നോക്കാം. കേസ് എന്താ സംഭവം ഗൈസ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഗൈസ് കണ്ണ് തുറന്നപ്പോ ഗൈസ് മാഫിയ ഡോണും അതിന് ഗൈസ് അപ്പൊ എന്താ സംഭവം ഒന്നും അറിയില്ല. മാഫിയ ഡോൺ എന്നെ കിഡ്നാപ്പ് ചെയ്തോന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. അപ്പൊ ഇന്നെന്താ ഇവിടെ ഒരു ഊഹത്തിന്റെ ഉള്ളിലും കാര്യത്തിന് ഗൈസ് ഇന്നെ കഴിഞ്ഞൊന്നും കേട്ടില്ല ഗൈസ്. ഇത് ഏത് ബിൽഡിങ്ങിന്റെ ഉള്ളിലൊന്നും സംഭവം ഒന്നും അറിയാം. അപ്പൊ ഇന്നെ എന്തിനെ കൊടുന്നൊന്നും അറിയില്ല. എടാ ഫ്രാങ്ക്ലിൻ എന്നെ കൊടുത്തു വെച്ചാൽ ഹൗസിംഗ് കാര്യത്തിന് പോലീസ് സ്റ്റേഷനിലെ ഡയമണ്ട് മാല കാര്യത്തിനുണ്ട്. അത് അടിച്ചു മാറ്റി തന്നെ എന്തായാലും അടിച്ചു മാറ്റി തന്നാൻ പറ്റും. എല്ലാം ഇവിടുന്ന് തന്നെ വീടിന് പ്രശ്നമില്ല. അതിനാണ് എന്നെ കിഡ്നാപ്പും കാര്യത്തിനും ചെയ്തത്. എന്തായാലും ഉറപ്പ് പറഞ്ഞാൽ എന്നെ ഇവിടുന്ന് ഇപ്പൊ തന്നെ വീടിനെ ഇജ്ജ് ഉറപ്പ് പറഞ്ഞാൽ എന്തായാലും ഇജ്ജ് എടുത്ത് തരും നമുക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് എന്നെ കിഡ്നാപ്പ് ചെയ്ത്. ഈ സിറ്റിയിലെ ഇജ്ജ് മാത്രമാണ് ഇങ്ങനത്തെ ഇതിലൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ ഇജ്ജ് എടുക്കോ. ഇപ്പൊ മാഫിയഡോണും കാര്യത്തിൽ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നമ്മളെ കണ്ട സാധനം കാര്യത്തിന് അടിച്ചു മാറ്റാൻ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ തന്നെ നമ്മൾ എടുക്കാൻ പറഞ്ഞു. അപ്പൊ നേരെ പോലീസ് സ്റ്റേഷൻ കാര്യത്തിന് പോണേ. അപ്പൊ ഓല എങ്ങനെ അറിഞ്ഞത് നമുക്ക് യാതൊരില്ല. ഇപ്പൊ നമ്മൾ നോക്കിയതൊന്നും ഓല അറിഞ്ഞിട്ടില്ല തോന്നുന്നു. ഓല അതിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഓൽക്കും പെട്ടെന്ന് എടുത്ത് കൊടുക്കണം പറഞ്ഞു. അപ്പൊ നമ്മളെ വിശ്വസിച്ച് നമ്മളെ പുറത്തേക്ക് തന്നെ ഇറക്കിയതാണ്. അപ്പൊ പോലീസ് സ്റ്റേഷന്റെ അവിടെ കാര്യത്തിന് എത്തിനെ. അപ്പൊ വണ്ടി ഒരു പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറാൻ പറ്റും. അപ്പൊ വണ്ടി കാര്യത്തിന് നമ്മൾ സൈഡിലായിട്ട് നിർത്തിയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കാം എങ്ങനെ പോലീസുകാരുണ്ടാ. കുറെ പോലീസുകാർ ആകെ 2 പോലീസുകാരുണ്ടാവില്ല. പിന്നെ 1-2 ഉണ്ടാവില്ല. അതിൽ കൂടുതലുണ്ടാവില്ല. കൂടുതലുണ്ടാന്ന് പറയാൻ പറ്റില്ല. നോക്കി നോക്കാം. പോലീസുകാരാകെ 2 പിന്നെ LPസും കാര്യത്തിലുണ്ട്. വേറെ ആരും കാണില്ല. അപ്പൊ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാതെ എന്തെങ്കിലും പറ്റുമോ നോക്കാം. എന്തെങ്കിലും നമ്മളെ കണ്ട അറ്റാക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഗണ്ണ് എടുത്താണ്ട് അറ്റാക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ എന്തായാലും പോലീസുകാരും കാര്യത്തിൽ നമ്മൾ കണ്ടിട്ട് അപ്പൊ ഗണ്ണും കാര്യത്തിൽ എടുത്താണ്ട് അറ്റാക്ക് ചെയ്ത് തുടങ്ങുന്നത്. ഗണ്ണൊന്നും കൊടുക്കില്ല. പക്ഷെ എന്തായാലും അറ്റാക്കും കാര്യത്തിൽ ചെയ്യുന്നത്. അപ്പൊ ഒരു സാറ് മാത്രം അറ്റാക്ക് ചെയ്യുന്നത്. മറ്റേ സാറിനും പിന്നെ NPCനും കൊല്ലാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 3 ആൾക്കാരെ കൊല്ലാതെക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും 3 ആൾക്കാരെ വീടിയിട്ട് മറ്റേ മണ്ടുണ്ട്. അപ്പൊ എന്തായാലും അതിനെ മേടിച്ച് കൊന്നിങ്ങനെ. അപ്പൊ എന്തെങ്കിലും നേരെ മണ്ടിയാണ് മുകളിലും കാര്യത്തിന് പോയി എടുത്ത് കൊണ്ടുവന്നിട്ട് നേരെ മാഫിയ ഗാങ്ങിനും കാര്യത്തിന് കൊടുക്കണം. പക്ഷെ ഇവിടെ ഒന്നും താഴത്തൊന്നും വെച്ചില്ല തോന്നുന്നു. ഇവിടെ ലൈറ്റും കാര്യത്തിട്ട് ഒന്നും മനസ്സിലായില്ല. എന്തായാലും മുകളിലും കാര്യത്തിനെ തോന്നുന്നു. നമ്മളെ കണ്ട സ്ഥലത്ത് തന്നെ തോന്നുന്നുണ്ട്. അപ്പൊ നമ്മളെ കണ്ട സ്ഥലത്തും കാര്യത്തിന് കയറി പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും അവിടെ തന്നെ ഉണ്ടാവാൻ സാധ്യത മാറ്റിയിട്ടൊന്നും ഇല്ല തോന്നുന്നുണ്ട്. പക്ഷെ ബോക്സും കാര്യത്തിന് ഇപ്പോൾ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ പോയി നോക്കാൻ ചാടിക്കണ്ട്. പക്ഷെ ബോക്സിന്റെ ഉള്ളത്തെ കൂടെ ഇപ്പൊ ഡയമണ്ട് കാര്യത്തിന് ഡയമണ്ട് മാലും കാര്യത്തിന് മാറ്റിന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മള് മാഫിയ ഡോണോടൊക്കെ എന്താ സംഭവം പറയില്ലേ. പക്ഷെ മാഫിയ ഡോൺ നമ്മൾ പറഞ്ഞ വിഷയിക്കൊന്നും അറിയില്ല. നമ്മൾ അടിച്ചു മാറ്റുന്ന വിചാരിച്ചൊന്നും അറിയില്ല. പക്ഷെ മാഫിയ ഡോൺ കാര്യത്തിന് വിളിച്ചിട്ട് പക്ഷെ നമുക്ക് ഫോൺ എടുക്കണം. പക്ഷെ നമുക്ക് പേടിയും കാര്യത്തിന് ഇപ്പൊ ഫോൺ എടുത്തില്ല എന്ത് സംഭവിക്കോ നമ്മൾ അടിച്ചു മാറ്റിയെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഫോണും കാര്യത്തിന് എടുത്തിട്ട് എന്തെങ്കിലും ഫോൺ എടുത്ത് നോക്കി എന്താ പറയണമെന്നറിയില്ല. സാറെ ഡയമണ്ട് കാര്യത്തിന് പോലീസുകാരും കാര്യത്തിന് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് ഞാൻ ഇവിടെ പോലീസുകാരും കാര്യത്തിന് ഒരു NPCനും കാര്യത്തിന് കൊന്നിട്ട്. പക്ഷെ വല്ലാണ്ട് ഡയമണ്ട് ഒന്നും കണ്ടു കിട്ടിയില്ല. ഫ്രാങ്ക്ലി അതെന്തായാലും പോലീസുകാരും കാര്യത്തിന് മാറ്റിങ്ങനെ നമ്മളെ ഇൻഫർമേഷനും കാര്യത്തിന് ആരാ ലീക്ക്
ലീക്ക് ആക്കി കൊടുത്തു പോലീസ് സ്റ്റേഷൻ കാര്യത്തിന്. പോലീസുകാർ രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനും കാര്യത്തിന് ചേഞ്ച് ചെയ്ത് അപ്പൊ കൊടുന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ റിട്ടേൺ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി. ഒരിക്കൽ ലീക്കും കാര്യത്തിന് കിട്ടിയിട്ട് എന്തായാലും നൈറ്റും കാര്യത്തിന് ഇങ്ങനെ ഉണ്ടാവുന്ന ആരാ പറഞ്ഞു കൊടുത്തത്. അപ്പൊ എന്തായാലും നമ്മളെ പോലീസ് മീറ്റിംഗ് കാര്യത്തിനുണ്ട്. നമ്മുടെ സിറ്റിയിലെ ഏറ്റവും ബിൽഡിങ്ങിന്റെ മുകളിലും കാര്യത്തിന് മീറ്റിംഗ് ആയിരുന്നു. അപ്പൊ അവിടെ സാറും കാര്യത്തിന് വരുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്ലി ഇജാണ് ആ സാറിന്റെ വേഷത്തിലും കാര്യത്തിന് പോകേണ്ടത്. പക്ഷെ ശരിക്കും ഇജല്ല പോകേണ്ടത്. അത് യൂണിഫോമും കാര്യത്തിന് സാറും കാര്യത്തിന് വെയിറ്റ് ചെയ്തിരിക്കണം. ആ സാറിന്റെ യൂണിഫോമും കാര്യത്തിന് അടിച്ചു മാറ്റിയിട്ട് ഇജാണ് പോകേണ്ടത്. ഓക്കെ സാറ്, ഞാൻ എങ്ങനെയൊന്നും അറിയില്ല, എന്നാലും പോയി നോക്കട്ടെ. രാവിലെ അല്ല എനിക്ക് നല്ല പേടിയും കയറ്റുന്നത്, പോലീസ് വേഷം ഇട്ടിട്ട് അങ്ങനെ പോകണമെങ്കിൽ നല്ല പേടിയും കയറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് നല്ല മുട്ടൻ പണിയും കയറ്റുന്നത് കിട്ടിയില്ല. അപ്പൊ എന്തായാലും നമ്മൾ രാവിലെ ഇനി പണിയും കയറ്റുന്നത് നമ്മളൊരു പോലീസ് മീറ്റിംഗ് കയറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് വേഷം മാറി നമ്മളായിട്ട് പോലീസുകാരായിട്ട് പോകണം എന്നാ പറഞ്ഞത്. അപ്പൊ വേറൊരു സാറും കയറ്റുന്ന വരും. ആ സാർ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ ആ സമയത്ത് പോയിട്ട് ഓല വേഷം ഇട്ടാണ് നമ്മൾ ആ മീറ്റിംഗിൽ പങ്കെടുക്കണം. ആ മീറ്റിംഗിൽ പറഞ്ഞു തരും ഇവിടുത്തെ സാധനം കടത്തു മതി, അല്ലാതെ ഇവിടെ ഒൽപ്പിച്ച് വെച്ച് നൂലൊക്കെ പറഞ്ഞു തരും. അത് മാതിരി നമ്മൾ അവിടുന്ന് അടിച്ചു മാറ്റിയാണ് മാഫിയ ഗാങ്ങിനും കാര്യത്തിന് കൊണ്ടു കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമ്മൾ നേരെ ബൈക്കിങ് കാര്യത്തിലെത്തണ്ടേ. ഇപ്പൊ നമുക്ക് നേരെ വീട്ടും കാര്യത്തിന് പോയപ്പോ രാവിലെ ആയിട്ട് നമുക്ക് പണി കാര്യത്തിന് മുന്നിൽ മാഫിയ ഗാങ്ങും കാര്യത്തിന് വിളിച്ച് പറയാന്ന് പറയണേ. രാവിലെ മീറ്റിംഗ് തുടങ്ങണ മുന്നായിട്ട് ആ സാറ് എടുത്തുമ്പോ നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ കുറച്ചു നേരം നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയം കയറ്റുന്നുണ്ട്. നല്ല പേടിയും കയറ്റണം. അപ്പൊ രാവിലെ ആയിട്ട് കണകശന് രാവിലെയും കാര്യത്തിന് മാഫിയ ഗാങ്ങും കാര്യത്തിന് വിളിച്ച് പറഞ്ഞു. അപ്പൊ സാറും കാര്യത്തിന് പുറത്ത് വന്നിക്കുന്ന പറഞ്ഞപ്പോ എന്തായാലും നമുക്ക് നേരെ പെട്ടെന്ന് പോയിട്ട് ആ മീറ്റിംഗ് തുടങ്ങണ മുന്നായിട്ട് നമുക്ക് എത്തണം. 2 മിനിറ്റ് നേരം വൈകി നമ്മൾ എന്ത് പരിപാടി വെച്ചാലും നേരം വൈകിയാണ്ട് എത്തുള്ളൂ. അപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് എത്തണം. കുറച്ച് ചലഞ്ച് ചെയ്ത് കണ്ടെയ്നറിന്റെ മുകളിൽ കൂടെയാണ് മീറ്റിംഗ് കാര്യത്തിന് പോകാൻ പറ്റുന്ന സ്ഥലം കാര്യത്തിന്. അപ്പൊ ആ സാറ് മീറ്റിംഗ് പങ്കെടുക്കണ മുന്നായിട്ട് എത്തണം. അപ്പൊ ഇതാണ് കണ്ടെയ്നറും കാര്യത്തിന്. അപ്പൊ ഇതിന് എല്ലാവർക്കും മനസ്സിലാവണ കാരണം. അപ്പൊ എന്തെങ്കിലും കുറെ ഇതിക്കൂടെ പോയിക്കണേ. അപ്പൊ എന്തെങ്കിലും ആ സാറും കാര്യത്തിനുള്ള വെയിറ്റ് ചെയ്യണം. ആ മീറ്റിംഗ് തുടങ്ങുന്ന മുന്നായിട്ട് നമ്മൾ എത്തണം. അപ്പൊ എന്തെങ്കിലും സ്പീഡിംഗ് കാര്യത്തിന് പോകാന്ന് വിചാരിച്ചാൽ നല്ല സ്പീഡിംഗ് കാര്യത്തിന് പാർപ്പിച്ച് വിടുകയാണ്. അപ്പൊ എന്തെങ്കിലും കുറച്ച് നേരം വൈകി സ്ഥിതിക്കാണ് നല്ല സ്പീഡിംഗ് കാര്യത്തിന് വിടുകയാണ്. അപ്പൊ എന്തെങ്കിലും കുറച്ച് നമ്മൾ ആ ഗണ്ണായിട്ട് ഷൂട്ട് ചെയ്ത് ആ വേഷം എടുത്ത് നമ്മൾ എടുത്തിട്ട് അവർക്ക് മനസ്സിലാവുന്നൊന്നും അറിയില്ല നമ്മള്. അപ്പൊ എന്തെങ്കിലും ഇവിടെ നിർത്തി. അപ്പൊ അവിടെ വളച്ചാണ് നിർത്തി വെച്ച് എന്നിട്ട് നമുക്ക് നേരെ ഗണ്ണിട്ടാണ് ഷൂട്ട് ചെയ്യാം. അവിടെ സാർ ഉണ്ട് നേരെ മുന്നിൽ കാണുന്ന ബിൽഡിങ്ങിന്റെ മുകളിൽ കാര്യത്തിന് മീറ്റിംഗ്. പക്ഷെ ഗണ്ണിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ നിൽക്കില്ല. അപ്പൊ എന്തെങ്കിലും സാറും കാര്യത്തിന് കാണിച്ചില്ല. അപ്പൊ സാറും കാര്യത്തിന് നടന്ന് കളിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഷൂട്ട് ചെയ്താൽ നോക്കാം. സാറിട്ട് ഗണ്ണും കാര്യത്തിന് അപ്പൊ ഈ വേഷം എടുത്ത് നമ്മൾ പോകാൻ നിൽക്കില്ല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ 2 കൽപ്പിച്ച് ഷൂട്ടും കാര്യത്തിന് ചെയ്താന്ന് വിചാരിച്ച് അപ്പൊ അങ്ങനെ ഷൂട്ടും കാര്യത്തിന് ചെയ്തു. പക്ഷെ സാറും കാര്യത്തിന് വീണിക്കണേ. ആ വീണ സ്ഥിതിക്ക് നമുക്ക് നേരെ എന്തായാലും ബൈക്കും കാര്യത്തിലെത്താണ് നേരെ അങ്ങോട്ട് പോയിട്ട് ആ വേഷം എടുത്താണ് മീറ്റിംഗ് തുടങ്ങുക. അവർക്ക് ലേറ്റ് ആയ സംശയം കാര്യത്തിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് നേരെ ബൈക്കുമ്പോൾ നേരെ കയറിയിട്ട് ആ വേഷം എടുക്കുക. അപ്പൊ ഗണ്ണ് മാറ്റിച്ചിട്ടുണ്ടെങ്കിൽ ബൈക്കുമ്പോൾ കയറി അങ്ങോട്ട് പോയിട്ട് ആ വേഷം ഇട്ടുകൊണ്ട് മീറ്റിംഗ് നേരെ തുടങ്ങണം. നേരം വൈകിയ പോലെ വിളിച്ച് പറയാൻ പിന്നെ ആ സമയം കാര്യത്തിന് വൈകിയാൽ തന്നെ പോലെ അറിയാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ മുന്നായിട്ട് കൃത്യസമയത്തിന് അവിടെ എത്താൻ സാധ്യത. അപ്പൊ നമുക്ക് വേഷം മാറി കഴിഞ്ഞിരിക്കണേ. പക്ഷെ അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലൈങ്ങിങ് കാര്യത്തിന് തൊപ്പിയും കാര്യത്തിനില്ല. അപ്പൊ എന്തെങ്കിലും ഇതേപോലെ തന്നെ അറിയാതൊന്നും അറിയില്ല. എന്നാലും നമുക്ക് നേരെ പോയി നോക്കാം. മീറ്റിംഗിന്റെ സ്ഥലത്തും കാര്യത്തിന് എത്തി. ഓഫീസേഴ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് മീറ്റിംഗ് കാര്യത്തിന് തുടങ്ങാൻ സമയം മീറ്റിംഗ് 2 മിനിറ്റ് ലേറ്റിംഗ് ഒക്കെ 2 മിനിറ്റ് ലേറ്റ് ആയി. എന്താ ഭാഗ്യത്തിനാണ് നേരത്തെ കാര്യത്തിനെത്തി. ആ സാർ അപ്പൊ നമ്മളും കാര്യത്തിനൊക്കെ സേഫ് ആയിട്ട് വെൽപ്പിംഗ് അയച്ച് വെച്ചിന് ആർക്കും ഇത് അടിച്ചു മാറ്റാൻ പറ്റില്ല. അത്രക്ക് വിലപ്പെടുപ്പുള്ള ഡയമണ്ടും കാര്യത്തിന് അത് ഒരു കുട്ടിക്ക് മനസ്സിലായത്. അത്രക്ക് നമ്മള് ഒരു നല്ലൊരു ബോക്സിലും കാര്യത്തിനാണ് വെച്ച് സെറ്റപ്പ് ചെയ്തത്. പിന്നെ രണ്ടാമതും കാര്യത്തിന് നമ്മള് ഒരു മിലിറ്ററി ബേസും കാര്യത്തിനുണ്ടല്ലോ നമുക്ക് പുറത്തായിട്ട് സാറിന് അറിയാമെന്ന് അറിയാം. പക്ഷെ നമ്മളായിട്ട് ജുറാസ് പാർക്കിന് സൈഡിലായിട്ട് ഒരു മിലിറ്ററി ബേസും കാര്യത്തിനുണ്ട്. അപ്പൊ അതിനായിട്ട് സൈഡിലായിട്ട് ഒരു ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അവിടെ ആയിട്ട് ഇതൊക്കെ സെറ്റപ്പും കാര്യത്തിന് ചെയ്ത് ഒരു കുട്ടിക്കും അത് തൊടാനും കൂടെ കഴിയില്ല. അങ്ങോട്ട് വരാൻ കഴിയും. അത്രയും സേഫ്റ്റിയും കാര്യത്തിന് നമ്മൾ കൊടുത്തത് മിലിറ്ററി ബേസിനോടെ കുറെ മിലിറ്ററി ഗാങ്സും എല്ലാവരും മിലിറ്ററി ഓഫീസേഴ്സും എല്ലാവരും അതിന്റെ മുന്നിലായിട്ടാണ് ഈ ബിൽഡിംഗ് വരുന്നത്. ഈ ബിൽഡിങ്ങിലാണ് അതും കാര്യത്തിന് നമ്മൾ ഒളിപ്പിച്ച് വെച്ചത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കയറുക്കാൻ വേണ്ടി ഒരു ഫിംഗർ പ്രിന്റിങ് കാര്യത്തിനാണ്. അത് ഓൺ ആയാലും മാത്രമേ ഈ വാതിലും കാര്യത്തിന് ഓപ്പൺ ചെയ്താൽ മാത്രമേ ഇതിന്റെ ഉള്ളിലേക്ക് പോകുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാം കാര്യത്തിനും മനസ്സിലാക്കണം. അപ്പൊ എന്തെങ്കിലും നമുക്ക് നേരെ പോകണം. അപ്പൊ യൂണിഫോം വേഷം കാര്യത്തിന് മാറ്റിക്കണേ. അപ്പൊ ഇതിൽ നമുക്ക് നേരെ പറഞ്ഞ ഫസ്റ്റ് ഒരു ചലഞ്ച് കാര്യത്തിൽ ചെയ്യാൻ ആ ബോക്സ് എടുത്തിട്ട് വേണം അങ്ങോട്ടും കാര്യത്തിന് മിലിറ്ററി ബേസിന്റെ അവർക്കും കാര്യത്തിന് പോവാന്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ചലഞ്ച് ചെയ്യാൻ പോകണം. അപ്പൊ എന്തായാലും ഇവിടുന്ന് കാര്യത്തിന് ചാടി. അപ്പൊ പോലീസുകാരും കാര്യത്തിന് പറഞ്ഞൊക്കെ സെറ്റും കാര്യത്തിന് ചെയ്തിട്ട് കുറച്ച് നേരത്തെ മുന്നേ മാഫിയ ഗാങ്സ്റ്ററും കാര്യത്തിന് വിളിച്ചിട്ട് അപ്പൊ ഞാൻ ഓരോട് കാര്യത്തിന് പറഞ്ഞിരുന്നു. അപ്പൊ ഓലൊക്കെ ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഫസ്റ്റ് ചലഞ്ച് ചെയ്യണം. ചലഞ്ച് ചെയ്താൽ മാത്രമേ ആ ബോക്സ് കാര്യത്തിന് എടുക്കാൻ പറ്റുള്ളൂ. ആ ബോക്സ് എടുത്തിട്ടാണ് ആർമി ഓഫീസറും കാര്യത്തിന് ഒരു ഡ്രസ്സും കാര്യത്തിന് അടിച്ചു മാറ്റി നിന്നിട്ട് അവിടുന്ന് അതേപോലെ തന്നെ ആ ഡയമണ്ട് അടിച്ചു മാറ്റി നമുക്ക് പോകാൻ വേണ്ടിട്ട്. അപ്പൊ എന്തായാലും ചലഞ്ചിങ് കാര്യത്തിന് എത്തി തുടങ്ങി. അപ്പൊ ഇതാണ് ചലഞ്ചിങ് കാര്യത്തിന്. അപ്പൊ ഇത് ഫിനിഷ് ചെയ്യാൻ കുറച്ച് അടുങ്ങാനും കാര്യത്തിന്. അപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് ഫിനിഷ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ എന്തെങ്കിലും ചലഞ്ചിങ് കാര്യത്തിന് സ്റ്റാർട്ടിങ് കാര്യത്തിന് അപ്പൊ ഇവിടെ ചലഞ്ച് കാര്യത്തിന്. അപ്പൊ നമ്മളെ റാമ്പ് ചാടിയാണ് ഫോൺ. അപ്പൊ എന്തെങ്കിലും നമുക്ക് നേരെ ബോക്സും കാര്യത്തിന് പെട്ടെന്ന് എടുത്താൽ പറ്റുള്ളൂ. അപ്പൊ അത് അത്രക്കും അർജന്റും കാര്യത്തിന്. അതുകൊണ്ട് മാത്രം ആ ബോക്സും കാര്യത്തിന് എടുക്കണം. അപ്പൊ എന്തെങ്കിലും നമ്മളാണ് ആർക്കും അറിയണം മുന്നേറ്റ് ഈ ബോക്സും കാര്യത്തിന് എടുത്ത് പോകണല്ലേ. അത് ഇവിടെ കാണാനെങ്കിൽ സാധനം പോലീസ് സ്റ്റേഷനും കാണും തന്നെ നമ്മളെ സൈഡിലായിട്ടും കാര്യത്തിന്. അപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് എടുക്കണം. നമ്മൾ ഫ്രാങ്ക്ലിന്ന് ആരും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് എന്തെങ്കിലും നമുക്ക് നേരെ ചലഞ്ച് ഫുള്ളാക്കിയേ പറ്റുള്ളൂ. അപ്പൊ ചലഞ്ച് ഫാനും കാര്യത്തിനും കറങ്ങണം. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ ചെറിയ റാമ്പും കാര്യത്തിന്. അപ്പൊ റാമ്പിന്റെ മുകളിൽ
മുകളിൽ കൂടി കാര്യത്തിന് കയറി ഇങ്ങനെ ഒരു ചലഞ്ചും കാര്യത്തിന്. അപ്പൊ കുറച്ച് ടാസ്കും കാര്യത്തിന് പിന്നെ മുന്നിലെ കണ്ടെയ്നറും കാര്യത്തിന് കറങ്ങുന്നുണ്ട്. അപ്പൊ അതിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ കണ്ടെയ്നറും കാര്യത്തിന് നേർക്ക് വന്നിട്ട് അപ്പൊ ഇനി മുന്നിൽ നീല കണ്ടെയ്നറും കാര്യത്തിന് കറങ്ങുന്നുണ്ട്. അപ്പൊ നിൽക്കേണ്ട ആവശ്യമില്ല തോന്നുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും കറങ്ങുന്ന മുന്നേറ്റേക്ക് എടുത്ത് ചാടാന്ന് വിചാരിച്ചപ്പോൾ മറ്റ് ടാസ്കുകൾ കണ്ടെയ്നറും കാര്യത്തിന് അതിന് മുകളിൽ എടുത്ത് ചാടിയിട്ട് അപ്പൊ പെട്ടെന്ന് അവിടെ എത്തിക്കണേ. അപ്പൊ അതിൽ കുഴപ്പമില്ല, ഇങ്ങനെ പോയി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു കറങ്ങണതും കാര്യത്തിന് അപ്പൊ ഇതിങ്ങനെ ചുറ്റി വളഞ്ഞുകൊണ്ട് നടക്കണേ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, ചലഞ്ച് ആകുമ്പോൾ കുറച്ച് ടാസ്കും കാര്യത്തിനാണല്ലോ, ടാസ്ക് ഇല്ലാതെ എടുക്കാൻ പറ്റില്ല. പല പോലീസുകാരും കാര്യത്തിന് ഇൻഫർമേഷൻ അറിയാൻ മുന്നേറ്റ് നമ്മൾ എത്തണം. പക്ഷേ എത്തി കുറച്ച് നമ്മൾ ഫിനിഷ് ലൈൻ എത്താനായിക്കണം. അപ്പൊ എന്തായാലും കുറച്ച് ലോങ് ആയിട്ട് എത്തി. അപ്പൊ എന്തായാലും ഫിനിഷ് ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേക്കാം, അവിടെ ആയിട്ടാണ് ബ്ലോക്കും കാര്യത്തിനുള്ളത് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഏകദേശം ഇവിടെ എത്തി തുടങ്ങിയിങ്ങനെ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഇതേലും ആരും അറിഞ്ഞിട്ടില്ല, നമുക്ക് ഇൻഫർമേഷൻ കിട്ടി, നമ്മൾ ഇതേലും അറിഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയെന്നൊന്നും അറിയില്ല, നമ്മളവിടെ പറയാതെ കാണുന്നൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഫിനിഷ് ലൈനിലുള്ള വഴിയും കാര്യത്തിനും എന്ത് വേണം. അപ്പൊ എന്തായാലും ഇവിടെ സൂക്ഷിച്ച് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടല്ല വള്ളത്തിലും കാര്യത്തിൽ കിടക്കണേക്കര് പിന്നെ എല്ലാവരും അറിഞ്ഞേക്കര്. അപ്പൊ എന്തായാലും നമ്മള് ഫിനിഷ് ലൈനും കാര്യത്തിലാണ് കാട്ടുന്നത്. അപ്പൊ ഇവിടെ കാര്യത്തിന് ബോക്സും കാര്യത്തിന് നമ്മളെ ഇൻഫർമേഷൻ കാര്യത്തിന് കിട്ടിയത്, അതിൽ പറഞ്ഞു തന്നത് അങ്ങനെ തന്നെ. അപ്പൊ നോക്കി ഓടിയിട്ട് പക്ഷേ ബോക്സും കാര്യത്തിന് നമ്മൾ കണ്ടുക്കണം. അപ്പൊ ഇതാണ് ബോക്സും കാര്യത്തിന് ഞാൻ എന്തായാലും കാണിച്ചത്. നല്ല അടിപൊളി ബോക്സും കാര്യത്തിന്, ആർക്കും തുറക്കാൻ പറ്റാത്ത ബോക്സും കാര്യത്തിന്. അപ്പൊ ഇതിൽ നമ്മൾ അടിച്ചു മാറ്റിനെ നമ്മൾ സേഫ് ആയിട്ട് ഒരു സ്ഥലത്തും കാര്യത്തിന് നമ്മൾ വെച്ചിക്കണം. അപ്പൊ അതിൽ നമ്മൾ ബൈക്ക് എടുത്താൽ നമ്മൾ നേരെ വീട്ടും കാര്യത്തിന് പോകും. അവിടെ കുറച്ചു നേരം നിന്നിട്ട് മാഫിയ ഗ്യാങ് കാര്യത്തിന് വിളിച്ചിട്ട് എന്നിട്ട് നമുക്ക് നേരെ മിലിറ്ററി ബേസും കാര്യത്തിന് പോകാൻ പറ്റുന്ന പറഞ്ഞു. അപ്പൊ അതിൽ മാഫിയ ഗ്യാങ് കാര്യത്തിന് വിളിച്ചിട്ട് അപ്പൊ മിലിറ്ററി ബേസും കാര്യത്തിന് പോകാൻ പറഞ്ഞേ. അപ്പൊ പറഞ്ഞാൽ ജുറാസിക് പാർക്കിന്റെ ബൈക്കോടാണ് പോകേണ്ടത്. അപ്പൊ എന്തായാലും ജുറാസിക് പാർക്കിന്റെ അവിടേക്കും കാര്യത്തിന് എത്തണം. അപ്പൊ എന്തായാലും ആ സൈഡിലും കാര്യത്തിന് എത്തിനെ. അപ്പൊ അവിടുന്ന് നേരെ പോയാൽ നമുക്ക് മിലിറ്ററി ബേസും കാര്യത്തിന് കാണാൻ പറ്റുന്നത്. ഏകദേശം ഇതാണ് മിലിറ്ററി ബേസും കാര്യത്തിന് കാണാൻ പറ്റുന്നത്. കുറെ ലോങ് ആയിട്ട് പോകാൻ. അപ്പൊ എന്തായാലും മിലിറ്ററി ബേസും കാര്യത്തിന് നമ്മൾ ഒറ്റ ചാട്ടും ചാടിയത് അപ്പുറത്തും കാര്യത്തിന് ചാടാൻ നിൽക്കണം. ഇപ്പൊ എന്തായാലും ചാടി നോക്കട്ടെ, ആരും കാണില്ല. അതിന് ചാടിയാണ് നിലത്തും കാര്യത്തിലെത്തിയിട്ട് പക്ഷെ ഇവിടെ നോക്കിയാണ് ഇനി കാണാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാവരും ഉണ്ട്, കുറെ മിലിറ്ററി ഓഫീസും കാര്യത്തിന് നമ്മൾ പോലീസിനും കാര്യത്തിന് പറഞ്ഞത്. അപ്പൊ എന്തായാലും കയറി നോക്കി ഇവിടെ ഒക്കെ ഓഫീസേഴ്സും കാര്യത്തിനുണ്ടാവില്ല, ക്യാമറയും കാര്യത്തിനുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും ഓർക്ക് നമ്മളെ കാണാനും അതേപോലെ തന്നെ എന്താ രണ്ട് മിലിറ്ററി ഓഫീസും കാര്യത്തിന് വർത്താനം പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ മോല് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇങ്ങോട്ട് വരാൻ സാധ്യത. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ആയിട്ട് ഒളിച്ച് നിൽക്കാൻ പറ്റുന്നതായിരിക്കും, കുമ്പിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വരുന്നത് തോന്നുന്നു വർത്താനം കഴിച്ച് പറഞ്ഞ പോലെ തന്നെ വർത്താനം പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ ഈ ഓഫീസറിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ഡ്രസ്സും കാര്യത്തിൽ എടുത്തിട്ടാണ് ഒറ്റ ചാട്ടും ചാടി അടി കണ്ട് കൊടുത്തിട്ട്. പക്ഷെ അതാണ് വീട് കിടന്നിട്ട് ഇതിന്റെ ഓഫീസറിന്റെ ഡ്രസ്സും കാര്യത്തിൽ എടുത്തിട്ട് ഞാൻ എന്തെങ്കിലും കാണിച്ചു തരാം. അപ്പൊ എന്തെങ്കിലും അടിപൊളിയാക്കണം. പക്ഷേ ഓഫീസറിന്റെ ഡ്രസ്സും കാര്യത്തിൽ ഞാൻ എടുത്തിട്ട് കണ്ടാൽ തന്നെ അറിയില്ല ഇത് ഫ്രാങ്കിലിനെ വാറുള്ളവരാണെന്ന് മനസ്സിലായി. ഇവരുള്ളവർക്കൊന്നും മുഖച്ചായും കാര്യത്തിന് അറിയില്ല, ഇവരൊക്കെ ഓടുന്നൊക്കെ ദൂരത്തിനും കാര്യത്തിന് കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കും മുഖച്ചായെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ലക്കി ആയിക്കണം. അതുകൊണ്ട് നമ്മളെ മനസ്സിലായി ഓഫീസർ കാര്യത്തിന് പുറത്തുണ്ട്. അപ്പൊ ഓഫീസർ അങ്ങോട്ട് തിരിഞ്ഞ് കളിച്ചാണ്. പക്ഷെ ഇതെങ്ങനെ നിൽക്കണം നോക്കട്ടെ, ഇതെങ്ങനെ നടക്കണം ഇങ്ങോട്ട് വരാൻ നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നേരെ പോകാൻ പറ്റും. പക്ഷെ ഇതിങ്ങനെ അവിടെ കറങ്ങി കളിച്ചണേ. അപ്പൊ എന്തായാലും ഇവിടുന്ന് തിരിച്ചുമ്പോൾ നമുക്ക് നേരെ ബാക്ക് കൂടി കാര്യത്തിന് പോകും. പക്ഷെ എന്തായാലും അത് അങ്ങോട്ടും കാര്യം തീരണം. പക്ഷെ എന്തായാലും നമ്മൾ ബാക്ക് കൂടി കാര്യത്തിന് മണ്ടേ. പക്ഷെ ഇവർക്കൊന്ന് നമുക്ക് നേരെ ചെറിയൊരു പേടിയും കയറ്റുണ്ട്. പക്ഷെ നമുക്ക് നേരെ ഔട്ട്ക്കാണ് പോകേണ്ടത്, അതിന്റെ ഉള്ളിൽ കാര്യത്തിന് പോകണേ. പക്ഷെ അവിടുന്ന് ഓഫീസറും കാര്യത്തിൽ നമ്മൾ നോക്കേണ്ടതും കുഴപ്പമില്ല, നമ്മളെ അറിയാത്ത മാതിരി നിന്നാൽ മതി. നമ്മൾക്ക് പേടി ഉണ്ടായാലും മനസ്സിലാവും. പക്ഷെ ഇവിടെ ഫിംഗർ പ്രിന്റ് കാര്യത്തിൽ വെക്കണം, നമുക്ക് വെച്ച് നോക്കാം. നമ്മളെ കൈ വിരല് കാര്യത്തിൽ വർക്ക് ചെയ്യുമെന്നൊന്നും അറിയില്ല, വെച്ച് നോക്കാം. വർക്ക് ചെയ്താൽ നമുക്ക് ഉള്ളിൽ അത് ആ ഓഫീസറിന് തന്നെ അപ്പൊ തന്നെ അറ്റാക്ക് ഓൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ ഓഫീസേഴ്സും കാര്യത്തിൽ എങ്ങനെ ഓൾക്ക് മുഖച്ചാര പക്ഷേ തുറന്നത്. അപ്പൊ എന്തായാലും പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് കാര്യം ചെയ്ത് ഓൾക്ക് നമ്മളെ മനസ്സിലാവും, നമ്മൾ ഇവിടുത്തെ അല്ലാന്ന് ഓൾക്ക് മനസ്സിലാവും. അപ്പൊ ഇവിടുത്തെ യൂണിഫോമും കാര്യത്തിന് എടുത്തിട്ട് പക്ഷേ അടുത്ത ഞാൻ യൂണിഫോമും കാര്യത്തിന് ഇട്ടിടണം. നമ്മളെ യൂണിഫോം അതിനും കൊടുത്തിട്ട്. പക്ഷെ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ നിൽക്കാൻ ഈ യൂണിഫോമും കാര്യത്തിന്, അതുകൊണ്ട് ഞാൻ ആ യൂണിഫോമും കാര്യത്തിന് വലിച്ചിട്ടത്. അപ്പൊ എന്തായാലും ഇതിന്റെ മുകളിലും കാര്യത്തിനാണ് ആ ഡയമണ്ടും കാര്യത്തിന്. അപ്പൊ ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ ഈ യൂണിഫോമും കാര്യത്തിന് ഇവിടെ ഒരു കമ്പി കാര്യത്തിന് തലമുക്കൂടി ഇട്ടാണ് അപ്പുറത്തേക്ക് ചാടിയിട്ട്. പക്ഷെ എന്തായാലും ഇവിടെ എത്തിയാണ്. അപ്പൊ ഇതിന്റെ മുകളിലും കാര്യത്തിന് ഇതൊരു പണി കഴിയാത്തൊരു ബിൽഡിംഗ് കാര്യത്തിനാണ്. അപ്പൊ അതിന് അവിടെ ഈ ഡയമണ്ടും കാര്യത്തിന് ഒൽപ്പിച്ച് വെച്ച് ഈ യൂണിഫോമിൽ ഇവിടുത്തെ ഓഫീസേഴ്സൊക്കെ ഇത് മനസ്സിലായില്ല. ബലിക്ക് ഒരു മുഖച്ചായ നമുക്ക് മുഖം കൂടെ തന്നെ കാണില്ല, മറ്റില് മുഖം കാണുന്നുണ്ടെങ്കിൽ ഇതിൽ മുഖം ഒന്നും കാണില്ല. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കയറിയാണ്ട് ഇവിടൊക്കെ കാരണം നല്ല പ്രയാസം കാര്യത്തിനാണ്, കോണിയും കാര്യത്തിനാണ്, ഒരു കമ്പിയും കാര്യത്തിന്, പിന്നെ അതേപോലെ ഇങ്ങനത്തെ സ്റ്റെപ്പും കാര്യത്തിനാണ്. അപ്പൊ അതിൽ കുറെ കഷ്ടപ്പെട്ടാണ് ഇതിന്റെ മുകളിൽ കാര്യത്തിന് കയറി. അപ്പൊ ഇതിന്റെ മുകളിലും കാര്യത്തിന് സംഭവം, പിന്നെ അതിന്റെ താഴത്തും കാര്യത്തിന് പോകണം. പക്ഷെ നമുക്ക് ഏകദേശം വയ്യൊന്നാലും എങ്ങനെ പോയിക്കൊണ്ട് നിൽക്കണേ, എവിടെയെങ്കിലും എത്തുമ്പോൾ ചോദിച്ചിട്ട് പോവാണ്. ഇപ്പൊ ഒരു കമ്പിയും കാര്യത്തിന് മുകളിൽ കൂടെ കയറി, അതേപോലെ ചെറിയൊരു കോണിങ് കാര്യത്തിന്. അപ്പൊ കോണിന്റെ മുകളിൽ കൂടെ കയറുകയാണ്. അപ്പൊ എന്തായാലും ഈ സ്റ്റെപ്പും കയറണം. ആ സ്റ്റെപ്പ് കയറിയിട്ടാണ് അവിടെ ഡയമണ്ടും കാര്യത്തിന്. നമ്മളന്ന് അറിഞ്ഞ മുന്നേ ഈ ഡയമണ്ടും കാര്യത്തിനോട് അടിച്ചു മാറ്റാണ് ഓഫീസറും കാര്യമില്ല. അപ്പൊ ഓഫീസറിനോട് പറയുന്നത് ഡയമണ്ടും കാര്യത്തിന് കഴിഞ്ഞ ആ ഓഫീസറിന്റെ അവിടെ ഒരു കമ്പിയും കാര്യത്തിന്. ഇപ്പൊ ഇവിടെ അല്ല, ഈ സൈഡിൽ കൂടെ ഒരു കമ്പി ഉണ്ട്, സ്റ്റെപ്പ് ഇറങ്ങിയാണ് ഒരു കയറും കാര്യത്തിന് തൂങ്ങി നിൽക്കണം. ഇവിടെ ഒരു ഓഫീസറും കാര്യത്തിന്. അപ്പൊ ഈ ഓഫീസറിനോട് നമ്മൾ കാര്യം കാര്യത്തിന് പറയണ്ട. ഓഫീസർ സമയമായി. അപ്പൊ നമ്മൾ ഓഫീസറിനോടും കാര്യത്തിന് പറയണം. അപ്പൊ ഈ ഡയമണ്ട് കാര്യത്തിന് ഒരു വണ്ടിയും കാര്യത്തിനാക്കി തന്നാൽ നമ്മൾ കൂടുതൽ 2 പോലീസുകാരും കാര്യത്തിനാക്കണേരം. അപ്പൊ വണ്ടിയിലും
അതൊക്കെ സെറ്റപ്പ് ആക്കണം. വണ്ടിയിൽ 2 പോലീസിനെ കയറ്റി. അപ്പൊ ഈ 2 പോലീസിനെ നമുക്ക് ബൈക്കിൽ നിന്ന് കയറ്റിന് ഇറക്കി വിടേണ്ടി വരും. വണ്ടിക്ക് എന്താ കേടെന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടേണ്ടി. പക്ഷേ അഭിനയം കയറ്റിന് സ്റ്റാർട്ട് ചെയ്തേ. പക്ഷേ വണ്ടി കയറ്റി ചെറുതായിട്ട് ബ്രേക്ക് പിടിച്ചിട്ട് നമ്മൾ ആൾക്കാരും കയറ്റിന് ഇറക്കിക്കാണ്ട് നമുക്ക് എന്തെങ്കിലും തള്ളാൻ പറയാം. ബാക്കിൽ നിന്ന് വണ്ടി ഓടില്ല എന്ന് പറയാം. അതിന് ഓഫീസറും കയറ്റിന് ഇറങ്ങി ഞാൻ ആരെയും പറഞ്ഞു കൊടുക്കണം. അപ്പൊ എന്തായാലും വണ്ടി കയറ്റിന് ബാക്കിൽ നിന്ന് തള്ളാൻ പറഞ്ഞു. അപ്പൊ ഓഫീസറും കയറ്റിന് ഒക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ബാക്കിൽ നിന്ന് തള്ളുമ്പോൾ നമുക്ക് എന്തായാലും വണ്ടി കയറ്റി എടുത്ത് പോകാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ബാക്കിൽ നിന്ന് കയറ്റിന് ഓഫീസറും തള്ളുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ വല്ല വണ്ടി കയറ്റിന് സ്പീഡിന് വിടാന്ന് വിചാരിച്ചിരിക്കണം. അപ്പൊ എന്തായാലും കുറച്ചുകൊണ്ട് പോയിട്ട് സ്പീഡിങ് കയറ്റിന് വിടാ വെച്ചാൽ എന്തായാലും ഞാൻ സ്പീഡിങ് കയറ്റിന് വല്ല വിട്ടുണ്ട്. ഓഫീസേഴ്സ് ടാറ്റ ബൈ സീ യു.